ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞ നമ്മുടെ വേട്ടാവളിയൻ ആരിഫ് ഹുസൈൻ, അതായത് വ്യാജ ഹോമിയോ ഡോക്ടറായിട്ടുള്ള ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം ഈ ചലം ചാനലിനകത്ത്, കേരളത്തിലെ വെറുക്കപ്പെടുന്ന ചാനലായിട്ടുള്ള ചലം ചാനലിനകത്ത് ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച എന്തിനെ പറ്റിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ചിലപ്പം മനസ്സിലായിട്ടുണ്ടാകും. കാരണം നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ ഈ പെണ്ണും അന്യപുരുഷനും സ്ത്രീകളും ഇടകലർന്നുകൊണ്ട് പൊതുസ്ഥലങ്ങളിലൊക്കെ കൂടുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ വിമർശിക്കാൻ വരുന്നത് ഇതുപോലുള്ള നാസ്തികരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗം, അതായത് ഇവിടുത്തെ മുസ്ലിം മതത്തെ മാത്രം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ കുറിച്ചിട്ട് മാത്രം പറയുന്ന പ്രത്യേക തരം വേട്ടാവളിയന്മാരായിട്ടുള്ള നാസ്തികരിൽപ്പെട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന വ്യാജ ഡോക്ടറായിട്ടുള്ള ഈ ആരിഫ് ഹുസൈൻ, ജാമിദ, അതുപോലെ തന്നെ ലിയാഖത്ത് അലി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ എവിടം വരെയൊക്കെ നക്കി കൊടുക്കാവോ അവിടം വരെ നക്കുന്ന പരമനാറികളായിട്ടുള്ള ഈ ചെറ്റകൾ ഇവന്മാർ നിരന്തരം വന്നിരുന്നുണ്ട്, ഇത്തരത്തിൽ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെതിരെയൊക്കെ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഒന്ന് പറയാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ അൻസാരി ഉസ്താദ് ഒരു കിടിലൻ മാസ് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്, ഇത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കലിമ ചെല്ലാൻ തയ്യാറാണെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, ഇതുപോലത്തെ വേട്ടാവളിയന്മാർ അല്ലെങ്കിൽ ഇതേ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന സ്വന്തം തന്തയും തള്ളയും തലക്കടിച്ച് പണ്ടേ പറഞ്ഞു വിട്ടിട്ടുള്ള ലോകം മുഴുവൻ നടന്ന് പെണ്ണും കെട്ടി തെമ്മാടിത്തരവും തോന്നിയാസവും കാണിക്കുന്ന ഈ നാറിയാണ് വന്നിരുന്നുകൊണ്ട് നബിയെ കുറിച്ചിട്ട്, നബി കല്യാണം കഴിച്ചതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഘോരം പ്രസംഗിക്കുന്നത്. സത്യത്തിൽ അരിയാഹാരം തിന്നുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ തലമണ്ട അടിച്ച് പൊളിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. നമ്മളൊക്കെ ഈ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഈ നമസ്കാരം ബാത്തിലാകുന്നതിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ 3 കാര്യങ്ങൾ ഞാൻ ഇന്നേ വരെ പഠിച്ചിട്ടില്ല. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഇവൻ്റെ അണ്ണാക്കിലടിക്കുന്ന ഒരു മാസ് മറുപടിയായിട്ടാണ് അൻസാരി ഉസ്താദ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഉസ്താദിൻ്റെ മറുപടി ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം കൊണ്ടൊന്ന് പറയാനുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ പൊന്നാനി ഭാഗത്തേക്കുള്ള റൂട്ടിൽ ആരെങ്കിലും റോഡിന്റെ നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരല്പം സ്ഥലം കൊടുക്കണം. ഒരു ചെറുപ്പക്കാരൻ അയാൾ ഷഹാദത്ത് കലിമ ചെല്ലാൻ വേണ്ടി വരികയാണ്. ഒന്ന് മാറിക്കൊടു, കാലിമ ചവിട്ടരുത്, ഒന്ന് മാറിക്കൊടു. ഞാൻ ഇവിടെ കലിമ ചെല്ലും. ഓക്കെ, എല്ലാവരും ഒരു അല്പം മാറി കൊടുത്തേ. ആ ചെറുപ്പക്കാരൻ ഒന്ന് കലിമ ചെല്ലിക്കോട്ടെ, ഒന്ന് മാറി കൊടുത്തേ. എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ കലിമ ചെല്ലാൻ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കലിമ ചെല്ലും. അല്ല, ആക്ച്വലി എന്താ പ്രശ്നം എന്താണ്? എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ചോദിച്ച മോൻ, എന്റെ പൊന്നുമോൻ ചോദിച്ചു, എന്റെ ആറ്റക്കന് ചോദിച്ചു, വെളുക്കുന്നവരെ ചോദിച്ചു. ആ ചോദിക്ക്. അനിൽ നമ്പ്യാർ, ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നാ പറയും. കൊടുക്കുന്നുണ്ടെന്ന് പറയല്ല, കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞു തരും. കേട്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഉസ്താദിന്റെ മറുപടിയിലേക്ക് പോകാം. ഈ മൂന്നാമത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ വാക്കുകളില്ല. കാരണം നിന്നെപ്പോലെ ഭൂമിയിൽ വേണ്ടാത്ത നികൃഷ്ട ജീവികളായിട്ടുള്ള നിന്നെപ്പോലുള്ള ആരെങ്കിലും ഒക്കെ മുന്നിലൂടെ പോയാൽ ഒരു പക്ഷേ ചിലപ്പം ഈ പറയുന്ന നമസ്കാരം ബാത്തിലായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നീ പറഞ്ഞ കണക്ക് സ്ത്രീകളോ പട്ടിയോ പന്നിയോ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടുള്ള ചരിത്രങ്ങളിലില്ല. ഇനി എന്താണ് നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന മറുപടി എന്ന് കേൾക്കണമല്ലോ അല്ലേ? അപ്പൊ നേരെ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ പെണ്ണ് എന്നല്ലേ പറയാൻ വന്നത്? ബുഖാരിയിലെ 511 ഹദീസ് അല്ലേ? ഓ, സ്ത്രീ വിരുദ്ധതയ്ക്ക് ഏറ്റവും വലിയ തെളിവ്. അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കഴുതയോ പെണ്ണോ നടന്നുപോയി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അദ്ദേഹത്തിന്റെ ടെസ്റ്റൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കുകയാണ്. ആരിഫേ, ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദ്വേഷികളുടെ താത്വിക ആചാര്യനാണ് നിങ്ങൾ. ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ് താങ്കൾ. ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്ത് എവിടെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്ത് വിളിക്കണം സ്നേഹത്തെ, എന്നിട്ട് ചോദിക്കണം, മദ്രസയിൽ നിങ്ങളെ ഉസ്താദമാരെങ്കിലും ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ നടന്നു പോയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ മെല്ലെ ചെവി വന്നിട്ട് പറയും, അല്ല ആരിഫണ്ണ, നിങ്ങൾ ഈ പോത്തുപോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് അവർ ചോദിക്കും. കാരണം എന്തേ?
അവർക്ക് പോലും അറിയാം ഈ ഹദീത്തിന്റെ അർത്ഥം. ഈ ഹദീസിന്റെ അർത്ഥം നിസ്കാരം ബാത്തിലായി പോകുമെന്നല്ല, മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഇത് മാത്രമല്ല, ഈ പറയപ്പെട്ട 3 മാത്രമല്ല, നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ ഖുർആൻ ഓതൽ പോലും തെറ്റാണ്. അതിനർത്ഥം ഇസ്ലാം ഖുർആൻ ഓതുന്നവന് എതിരാണ് എന്നല്ല. അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്തുക്കൾ, മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കൃത വസ്തുക്കൾ, അത് മുസല്ലി ആവട്ടെ എന്തോ ആകട്ടെ, അത് മുമ്പിലുണ്ടായാൽ അത് നീക്കം ചെയ്യണമെന്നാണ്. അതിനർത്ഥം ഇസ്ലാം അതിനോട് വിരുദ്ധം. അപ്പൊ നായക്ക് എതിര് ഇസ്ലാം, കഴുതക്കെതിര് സ്ത്രീക്കെതിര് എന്നാ പറയാൻ വന്നത്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഇനി എന്തായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഏതായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു. ഓക്കെ, ശരി. എന്നാൽ ഇനി ഈ ജന ടിവിയിൽ ആരിഫ് ഹുസൈൻ സംസാരിക്കാൻ പോകുമ്പോൾ ഈ പുസ്തകം കൂടെ കൈപ്പിടിക്കണേ. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രമാണ്. ഇത് പി ഭാസ്കരൻ എഴുതിയാണ്, സുഡാപ്പി ചരിത്രമല്ല. ആ RB ബാബുവിനും അനിൽ നമ്പ്യാർക്കും ഈ 45-ാമത്തെ പേജ് ഒന്ന് വായിച്ചു കൊടുക്കണം. ഒന്നിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നല്ലേ ചോദിച്ചത്. 45-ാമത്തെ പേജിൽ ഭക്ഷണവും മതവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ ഭക്ഷണം കഴിക്കുന്നതിലും മതം സംബന്ധമായ ചില ആചാര മര്യാദകളും ശുദ്ധികളും പാലിക്കേണ്ടതുണ്ട്. ശേഷം പറയുന്നു, അന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു. ബ്രാഹ്മണ തറവാടുകളിൽ ഈ അനിൽ നമ്പയ്യാരുടെയും അതുപോലെ തന്നെ RB ബാബുവിന്റെയൊക്കെ കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് മാത്രമല്ല, ബ്രാഹ്മണർ കുളി കഴിഞ്ഞാൽ വിജാതീയ ഭാര്യമാരെയോ അതിലുള്ള സന്താനങ്ങളെയോ തൊടു മുമ്പ് ഭക്ഷണം കഴിച്ചു വന്നു. തൊട്ടാൽ വീണ്ടും മുങ്ങിക്കുളിച്ചിട്ടേ അവർക്ക് ഭക്ഷണമാവൂ. ഭർത്താവ് ഭാര്യനെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ മക്കളെ തൊട്ട് കഴിഞ്ഞാൽ പോയി വീണ്ടും കുളിച്ചിട്ട് വന്ന് ശുദ്ധികലശം ചെയ്തിട്ട് വേണം വീണ്ടും ഭക്ഷണം കഴിക്കാൻ. ഭർത്താവിന്റെ ഉച്ഛിഷ്ടമാണ് ഭാര്യയ്ക്ക് ലഭിക്കുന്ന പവിത്രമായ ഭക്ഷണം. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണമാണ് ഭാര്യയ്ക്ക് പവിത്രമായ ഭക്ഷണം. അതവളുടെ പവിത്രനിഷ്ഠയുടെ ഒരടയാളമായി ജനം കരുതി വന്നു. അത് പവിത്രമായ ഭക്ഷണമാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞ അങ്ങനല്ല. ഭർത്താവ് കഴിച്ചിട്ട് ഭാര്യ കഴിക്കാന്നല്ല പറഞ്ഞ, സ്വന്തം ഭർത്താവ് അവന്റെ കൈ കൊണ്ട് ഒരു പിടി ഉരുള അവിടെ വായിലേക്ക് വെച്ചു കൊടുത്താൽ സ്വതക്ക ചെയ്യുന്നതിന് സമാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്. ഓക്കെ, അപ്പൊ കിട്ടുമ്പോ ഇതൊക്കെ എന്ന് മെല്ലെ ആ ജനൻ ടിവിയിൽ അനിൽ നമ്പ്യാർക്കും RB ബാബുവിനൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കണേ. ഇനി വായിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിലൂടെ ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ഉസ്താദിന്റെ മാസ് മറുപടി തന്നെ. പക്ഷേ ഈ വേട്ടാവളിയന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഇത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഇവനിക്ക് ഉണ്ടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊക്കെ നാസ്തികൻ എന്ന് പറഞ്ഞ് നടക്കുമോ? സത്യത്തിൽ ഇവന്റെയൊക്കെ വയറ്റിപ്പിഴപ്പാണ് ഉസ്താദ്. കാരണം ഇവനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞ് നടന്നെങ്കിൽ മാത്രമേ ഈ സംഖ്യകൾ കൊടുക്കുന്ന ഈ ചാണകവും കോമൂത്രവും ഒക്കെ ഇവന്റെ അണ്ണാക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോത്തുള്ളൂ. കാരണം സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ടാത്ത, അല്ലെങ്കിൽ ഇവന് മക്കളുണ്ടോന്ന് പോലും അറിയത്തില്ല, ആ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കേട്ടോ. എന്താണെങ്കിലും ഇതുപോലെ ക്ഷുദ്രജീവികളായിട്ടുള്ള ചില നാറികൾ, RB ബാബു, അതേപോലെ ജാമിദ, ഇതുപോലെ ചില കൂതറകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് തെമ്മാടിത്തരം പറയുമ്പോൾ, അവരുടെ ഇടയിലേക്കൊക്കെ ഇതുപോലെ തെളിവുകൾ സഹിതം അടക്കം വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീഡിയോ ചെയ്യാതിരിക്കുന്നത്? എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻറ്റും ഈ പറയുന്ന വേട്ടനായുടെ ചെവിക്കലിനടിക്കുന്നതാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും